ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂട്ട് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഗൈസ്, ഇന്നൊരു ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, 5 അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഡിസൈൻ ഞാനൊരു ഇതിൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗൈസ് ഇതുപോലെ കുറച്ച് പേപ്പേഴ്സും കൂടി വേണം. ഞാനിതൊക്കെ എടുക്കാൻ മറന്നു ഗൈസ്, അതുകൊണ്ടാണ് ഈ പകുതിക്കുന്നൊക്കെ കാണിച്ചു തരുന്നത്. ഇതുപോലെ വേണം, നിങ്ങൾക്ക് എത്ര വേണോ അത് ചെയ്യാം. എനിക്ക് പിന്നെ കുറേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ 4 ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ ഇതൊന്നുമില്ല ഗൈസ്. നമ്മൾ കളർ പെൻസിൽ റെഡും ഗ്രീനും ഉണ്ടാവുമല്ലോ, അതും പിന്നെ ഒരു ബ്ലാക്ക് പെന്നും മാത്രം മതി. ഈ 3 വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആൻഡ് എസ്തെറ്റിക് ക്യൂട്ട് എന്ത് വേണേലും വിളിക്കാം, അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റെഡ് കളർ പെൻസിൽ എടുത്തിട്ട് ഈ ഗ്ലു ഈ ഒരു വേവ്സ് പോലത്തെ ബോർഡേഴ്സ് വരച്ചു കൊടുക്കുക. പിന്നെ 2 കോർണറിലായിട്ട് സ്ട്രോബെറി, പിന്നെ ടു ഡു ലിസ്റ്റിന് എഴുതുക 5 സ്ട്രോബെറീസ് വരിയായിട്ട് വരച്ചു കൊടുക്കുക. അത്ര ഉള്ളൂ റെഡിൻ്റെ പണി. ഇനി ഗ്രീൻ എടുത്തിട്ട് ലീവ്സ് വരച്ചു കൊടുക്കണം. സ്ട്രോബെറിക്ക് എല്ലാ സ്ട്രോബെറിക്കും ലീവ്സ് വരച്ചു കൊടുക്കുക. ബോർഡറിലും ഗ്രീന് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ടു ഡു ലിസ്റ്റും എഴുതണം, പിന്നെ അതിൻ്റെ അടി വരെ കേട്ടോ. പിന്നെ ഇനി ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് സ്ട്രോബെറീസിലെല്ലാത്തിലും കുത്തിട്ട് കൊടുക്കുക. എല്ലാ സ്ട്രോബെറിക്കും ഔട്ട്ലൈനും കൊടുക്കുക. എന്നിട്ട് ഈ ടു ഡു ലിസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പോവുക. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ചെയ്യണമെന്നൊന്നും പറയില്ല, ചിലർക്ക് ഇത് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ ഇതുപോലെ ഇതും കൂട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ ഗൈസ് ഈ 4 പേപ്പേഴ്സും ചെയ്തെടുക്കണം. ഗൈസ്, അങ്ങനെ 4 പേപ്പേഴ്സും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ള പരിപാടി എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിൻ്റെ ഇപ്പുറം വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി മെച്യൂരിറ്റി ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, നല്ല കട്ടിയുള്ളതുകൊണ്ട് ഒട്ടിച്ച ഉറപ്പ് കിട്ടും. പിന്നെ ഒരു സ്ട്രിപ്പിൽ ഇതുപോലെ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതുക. ഒരു സ്ട്രിപ്പിൽ എഴുതട്ടെ. ഞാൻ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആ റെഡും ഗ്രീനും വെച്ചിട്ട് ടു ഡു ലിസ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ പേപ്പറിൽ. പിന്നെ അതിനെ വെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ ആണ് മറ്റേ ടു ഡു ലിസ്റ്റൊക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യണത്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളൊന്നും വേണ്ട ഗൈസ്, അല്ലാതെ ഒട്ടും. പക്ഷെ എനിക്ക് പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട് കുളത്ത് വലിക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോരും. അതുകൊണ്ട് ഞാൻ ടു ഡു ലിസ്റ്റ് ഫെവിക്കോളിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ടോപ്പിലാണ് ടു ഡു ലിസ്റ്റ് കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ക്ലിപ്പ് വേണം. ക്ലിപ്പ് മീൻസ് ഈ വുഡൻ ക്ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ 2 വേണം. അതിൻ്റെ വേണമെന്നൊന്നുമില്ല ഗൈസ്, ഞാനതൊന്നല്ല എടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടു ഈ 2 സ്റ്റീലിൻ്റെ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് നമ്മുടെ എല്ലാ ടു ഡു ലിസ്റ്റും ഇതുപോലെ അടുക്കി വയ്ക്കുക ഗൈസ്. അടുക്കിയിട്ട് ഒരേ ലെവലിലാക്കണം. ഇനിയിപ്പോൾ അവിടെ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് 2 ക്ലിപ്പ് ഒരുമിച്ച് വെച്ചതിന് ശേഷം 2 അറ്റത്തായിട്ട് ഇട്ട് കൊടുക്കണം. ക്ലിപ്പ് ഇട്ടാലും ചിലപ്പോൾ നീങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസൊക്കെ നമ്മൾ തന്നെ ഒഴിവാക്കണം. എന്നിട്ട് ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് അറ്റത്തൊന്ന് തേച്ച് കൊടുക്കണം.
ഇതുപോലെ ഗൈസ് ഫെവിക്കോള് ഈ ഒരു അറ്റത്തായിട്ട് തേച്ച് കൊടുക്കുക. ഇതൊന്ന് വരാൻ കുറച്ച് പാടാണ്, മൊത്തം അടപ്പില്ല ഇത്, ഞാൻ അപ്പോൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട്. പീച്ചിയേ വരും കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ അതും സെറ്റാവും. എനിക്ക് ഉണങ്ങാനുള്ള സമാധാനമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നേരെ എടുത്തു. എന്നിട്ട് ഇതുപോലെ ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഞാനിത് മൊത്തം പക്ഷേ തേക്കുന്നില്ല, ഈ ഒരു ഇതിൽ മാത്രമായിട്ട് തേച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഇത് മറ്റേ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്നല്ല കേട്ടോ, ഞാൻ മറ്റേ മെമ്മോ പാഡ് ചെയ്തത് സെല്ലോ ടാപ്പിലായിരുന്നു. ഏതാ മെമ്മോ പാഡ് ഗൈസ്? ഇതാ ഈ ഒരു മെമ്മോ പാഡ്. അപ്പം അതുപോലെയൊന്നുമല്ല, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടിയർ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കളയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ മെമ്മോ പാഡ് കഴിഞ്ഞു ഗൈസ്. ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു പോരലുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളുണ്ടാക്കിയതല്ലേ, അങ്ങ് സഹിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മെമ്മോ പാഡ് കഴിഞ്ഞു. അടുത്തത് ഒരു ബുക്ക് മാർക്സ് ആണ് ഗൈസ്. ഒന്നും രണ്ടൊന്നല്ല, 3 ബുക്ക് മാർക്സ് ആണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം. ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ ഏറ്റവും ഈസിയാണ്. ഫസ്റ്റ് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത് നമ്മളിതാ ഇതുപോലെ ഒരു റെക്റ്റാങ്കിളിൽ നീളത്തിലൊരു പേപ്പർ എടുക്കുക. അതിൻ്റെ ശേഷം ഈ കോർണേഴ്സൊക്കെ ഒന്ന് കേർവ് ആക്കി കൊടുക്കുക, വളച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ കേർവ് ആക്കിയിട്ട് കോർണർ പഞ്ചറൊക്കെ ഉണ്ടോ ആരുടെ അടുത്തെങ്കിലും? അതൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, അതുള്ളവർക്ക് സുഖമാണ്. കത്രികയെന്ന് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ആ കോർണറിലൊന്ന് വയ്ക്കുക, എന്നിട്ട് പഞ്ച് ചെയ്യാം, അത്രേ ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ കോർണർ പഞ്ചൊന്നുമില്ല, പേപ്പർ പഞ്ചും ഇല്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യണത്. ഇനി ഡിസൈൻ പറഞ്ഞുതരാം. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി ആലോചിച്ച് തലപുകഞ്ഞ് ഉണ്ടാക്കിയ ഡിസൈനൊന്നും അല്ല ഗൈസ്. അത് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഞാൻ ഒരു കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, എൻ്റെ മൈ ഫേവറേറ്റ് ചാനലാണ് കടൽ ക്ലൗഡ്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലൊരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ബുക്ക് മാർക്ക്. അതേ സെയിമാണ് ഇപ്പോൾ ഞാനും ചെയ്യണത്. ഞാൻ എന്തുണ്ടെങ്കിലും കടൽ ക്ലൗഡിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പം വീഡിയോ എന്തെങ്കിലും ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്തെങ്കിലും ഇൻസ്പിറേഷൻ വേണമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് വെക്കുക. പിൻട്രസ്റ്റ് ഞാൻ പിന്നെയാണ് എടുത്ത് വെക്കുക. ഞാൻ ഏറ്റവും ഫസ്റ്റ് കടൽ ക്ലൗഡാണ് എടുത്ത് വെക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഗൈസ് നല്ല ഇഷ്ടമാണ്. ഞാൻ അത് നോക്കിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടൊക്കെയാണ് ഓരോന്നും ഉണ്ടാക്കണത്. സെയിം ഉണ്ടാക്കാറില്ല. സെയിം ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കണത്. സെയിം ഉണ്ടാക്കും, പക്ഷേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. മെത്തേഡ്സ് മാത്രമായിരിക്കും സെയിം ഉണ്ടാവുക. ബട്ട് ഗൈസ് ഞാനിപ്പോൾ 2 എണ്ണം കടൽ ക്ലൗഡ് നോക്കി സെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, മെത്തേഡും എല്ലാതും. അതാണ് ഞാൻ ഈ വീഡിയോ മറ്റേ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ ഫസ്റ്റ്. അപ്പോൾ അതിൽ ഞാനൊരു മെമ്മോ പാഡ് DIY ചെയ്തത് ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ അതും ഇതും മാത്രമാണ് ഞാൻ സെയിം ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ ഇതുവരെ സെയിം ചെയ്തിട്ടില്ല. അപ്പോൾ സെയിം ചെയ്യാനൊരു എന്നും നമ്മൾ വെറൈറ്റി ചെയ്താൽ പോരല്ലോ, ഒരു ഇതിൻ്റെ സെയിം ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കടൽ ക്ലൗഡ്. നിങ്ങൾ ആരെങ്കിലും കടൽ ക്ലൗഡ് കാണുന്നവരാണെങ്കിൽ ഇതും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കടൽ ക്ലൗഡ് ഫാൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ പറയുക, വേറെ ആർക്കൊക്കെയാണ് കടൽ ക്ലൗഡ് എന്താ പറയുക ഫേവററ്റ് ചാനൽ
ആയിട്ടുള്ളത് വെച്ചാൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി കടൽ ക്ലൗഡ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് കാണണം ഗൈസ്. ആ ഒരു ചാനൽ നല്ല അടിപൊളി. ഇനി ക്രാഫ്റ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് തന്നെ ഇഷ്ടം വന്നോളും. അങ്ങനെയുള്ള അടിപൊളി ചാനലാണ് കടൽ ക്ലൗഡ്. ക്രാഫ്റ്റും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ, അവരുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും പിന്നെന്താ റൊമാൻറ്റിസൈസിങ് വീഡിയോസ്, അങ്ങനെ എന്തൊക്കെ വേണം നമ്മുടെ ലൈഫിൽ മൊത്തം ഉണ്ടാവും. എൻജോയ് ആയിരിക്കും ഗൈസ്. അങ്ങനെയുള്ളൊരു ചാനലാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, കടൽ ക്ലൗഡാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വരും ഇങ്ങനെ നിരയായിട്ട്. കടൽ ക്ലൗഡ് ഒരു ചാനലിൻ്റെ പേരാണ്. അത് നടത്തണത് നമ്മുടെ ആര്യ ചേച്ചിയാണ് ഗൈസ്. ആര്യ ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ പേര് തന്നെയുണ്ട്, ആര്യ ചേച്ചി. അപ്പോൾ ഗൈസ് നമ്മുടെ ബുക്ക് മാർക്കിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈ കേർവ്ഡായിട്ട് എഡ്ജസ് കോർണേഴ്സ് ചെയ്തുല്ലോ, കോർണേഴ്സ് ചെയ്തുല്ലോ. അപ്പോൾ അതിൽ 4 കോർണേഴ്സ് കേർവ്ഡ് വരുമല്ലോ. അപ്പോൾ അതിൽ 2 കോർണേഴ്സിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് മഴവില്ലിൻ്റെ ഒരു റെയിൻബോ തീമിലാണ് നമ്മുടെ ഈ ഒരു ബുക്ക് മാർക്ക്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് കളർ പെൻസിലാണ്. എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല കളറുണ്ട്, നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. ബട്ട് വീഡിയോയിൽ കാണുമ്പോൾ അത്ര കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. വീഡിയോ ഭയങ്കര എന്താ പറയുക, ഇതിപ്പോൾ ഭയങ്കര ക്വാളിറ്റി കുറവാണ് ഗൈസ് ക്യാമറയ്ക്കൊക്കെ. ഈ യെല്ലോ ഒന്നും നിങ്ങൾക്ക് കാണാനേ ഉണ്ടാവില്ല, കണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഗൈസ് ഫസ്റ്റ് ഞാൻ ഏറ്റവും എന്താ പറയുക മൂല കോർണറിലായിട്ട് ഞാൻ വയലറ്റ് കൊടുത്തു. അതിൻ്റെ മുകളിൽ എന്താ പറയുക പേർപ്പിൾ, നമ്മുടെ പർപ്പിൾ അല്ല ഗൈസ്, സ്കൈ ബ്ലൂ. നിങ്ങൾ ലൈറ്റ് ബ്ലൂ എന്തോ, ഞാൻ സ്കൈ ബ്ലൂ എന്നാണ് പറയാം. സ്കൈ ബ്ലൂ കൊടുത്തു. പിന്നെ ലൈറ്റ് ഗ്രീൻ കൊടുത്തു. പിന്നെ യെല്ലോ കൊടുത്തു. യെല്ലോ എനിക്ക് വലിയത് ഇതിൽ കാണാനൊന്നുമില്ല. യെല്ലോ കുറച്ച് കളറ് കുറവാണ് എനിക്ക് ക്യാമറയിൽ, പിന്നെ കാണുമല്ലോ. യെല്ലോ കൊടുത്തു. പിന്നെ ഓറഞ്ച് കൊടുത്തു. ലാസ്റ്റ് റെഡ് കൊടുത്തു ഗൈസ്. അങ്ങനെ മെമ്മോ പാഡ് കളർ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ബ്ലാക്ക് പെൻ എടുക്കുക. ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഒരു ലീഫ് വരയ്ക്കുക. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലൊരു സ്റ്റെം ഇങ്ങനെ നീണ്ടു പോകുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തെ ഇല വരയ്ക്കുക. അതിൻ്റെ പകുതി മാത്രം, ആ ഒരു ഇലയുടെ പകുതി മാത്രമായിട്ട് കളർ ചെയ്യുക. ഇതിപ്പോൾ പുതിയ ഡിസൈനാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്തു വന്നാലും ഇപ്പം ഇങ്ങനെയാണ് വരാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കിയത് നമ്മുടെ DIY പോളോറൈറ്റ്സ് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഉണ്ടായിരുന്നല്ലോ, അതിലാണ്. അതിൽ പിന്നെ ഇത് ട്രൈ ചെയ്തതിൽ പിന്നെ ഈ ഡിസൈൻ വിട്ടിട്ട് ഒരു കളിയില്ല ഗൈസ്. ഞാനിത് എപ്പോൾ ഏത് സമയം നോക്കിയാലും തന്നെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗൈസ് വലിയൊരു സ്റ്റെമ്മ് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഇലയുടെ പകുതി കളർ ചെയ്യുക. എന്നിട്ട് ഇതിനെ കുറച്ചുകൂടിയും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ V വരച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡോട്ട്, ഇങ്ങനെ വലിയൊരു ഡോട്ട് വരച്ചതുവാ. ഇതുപോലെ കളർ ചെയ്യുക ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബുക്ക് മാർക്ക് സെറ്റായിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി അടിപൊളി അല്ലെങ്കിൽ ഒരു എക്സ്തെറ്റിക് ലുക്കൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ മിനുക്ക് പോലെ വരണ്ടേ, അല്ലേ തിളങ്ങുന്നതൊക്കെ പോലെ. അപ്പോൾ ഞാനിങ്ങനെ മലബൾബ് തൂക്കിയിട്ട പോലെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ബുക്ക് മാർക്ക് സെറ്റായി ഗൈസ്. ഇത് വേറൊരു ബുക്ക് മാർക്ക്. ഈ
ഇനി അടുത്ത ബുക്ക് മാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ. നമ്മുടെ വേറൊരു പേപ്പർ എടുക്കുന്നത്, ഞാൻ അത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണ്. വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക ഗൈസ്. സ്ക്വയർ മീൻസ് എല്ലാ വരയും ഒരേ വരയില്ല, എന്തോ എല്ലാതും ഒരുപോലെ, അതാണ് ഈ സ്ക്വയർ. അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ ഒരു പാർട്ട് വരുമല്ലോ, അവിടുന്ന് ഇതിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യും. ഇതുപോലെ ത്രികോണം ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് അത് ഈ ഇതിൽ കൊള്ളുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അങ്ങനെ ആയിരിക്കണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ വരണം. എന്നിട്ട് ഇതിൽ ഞാനിപ്പോൾ ഇത് മൊത്തം നമ്മൾ റെയിൻബോ സ്ട്രോബെറി ആ ഒരു തീമിലാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ ഇതായിട്ട് എന്തിനാ കുറയ്ക്കണേ എന്ന് വിചാരിക്കുന്നില്ല ഗൈസ്. ഞാൻ ഇതിൽ ഒരു പണ്ടക്കുട്ടനെ വരയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് പെൻ മസ്റ്റാണ് പാണ്ടയ്ക്ക്. എന്നിട്ട് പാണ്ടയുടെ പകുതി തല വരയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച് വിടുക ഗൈസ്. ബോർഡർ ചെറുതായിട്ടൊന്ന് കറുപ്പിക്കുക. എന്നിട്ട് 2 ചെവി വരയ്ക്കുക. ആ ചെവി മൊത്തം കളറടിക്കണം. പിന്നെ ഗൈസ് 2 കണ്ണ് വരയ്ക്കുക. മൊത്തമായിട്ട് കളർ ചെയ്യരുത്, ഇതുപോലെ കളർ ചെയ്യാൻ പാടൂ. ഗൈസ് ഒരു സ്മൈൽ വരച്ചെടുക്കുക. ഇത് ഞാൻ വരച്ചപ്പോൾ ഇതിപ്പോൾ പാണ്ടയായോ അതോ വേറെ എന്തോ ജീവിയായോ ചോദിച്ചാൽ എനിക്കറിയില്ല. പാണ്ടയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ വരച്ച് തന്നപ്പോൾ ഇത് പാണ്ട കണ്ട എൻ്റെ കാര്യം പോക്കാം ഗൈസ്. അങ്ങനെയുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫെവിസ്റ്റിക്ക് ആവുമ്പോൾ പെട്ടെന്ന് ഒട്ടും ചെയ്യും പേപ്പർ. പിന്നെ നമ്മൾ എവിടെയാണോ അത് ആക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത് ആക്കിയത് അവിടെ നിന്നോളും. പിന്നെ നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണ്ടല്ലോ, അതായത് ലിക്വിഡ് ഗ്ലൂസൊക്കെ, അത് ആക്കിയിട്ടുണ്ടെങ്കിൽ അതാകെ സ്പ്രെഡായിട്ട് നമ്മൾ വിചാരിച്ചിടത്തൊന്നല്ല തൊട്ടുക. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എസ്തെറ്റിക് ബുക്ക് മാർക്സ്. ഞാനത് യൂസ് ചെയ്യുന്നത് കാണിച്ചുതരാം. ഞാൻ എൻ്റെ മലയാളം നോട്ടാണ് എടുത്തിട്ടുള്ളത്, ഒന്നും എഴുതിയിട്ടുമില്ല. 2 ഞാൻ ഉണ്ടാക്കണുള്ളൂ ഗൈസ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ തുറക്കുക. നമ്മളിപ്പോൾ ഈ പേജ് വായിച്ചു, ഈ ബുക്ക് മാർക്ക് എടുക്കുക, ഇവിടെ വയ്ക്കുക, അടയ്ക്കുക ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇതെടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ യൂസ്. ഇനി ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കി തരാം. നേരത്തെ എല്ലാവർക്കും മിക്കവാറും അറിയുന്നുണ്ടാവും, ഇതിൻ്റെ ആയിരിക്കും കുറച്ച് കൺഫ്യൂസിങ്. ഇതുണ്ടല്ലോ, ഇത് ഇവിടെ തറ്റത്ത് മാത്രമേ പശ തേക്കാവൂ, ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, സോറി. എന്നിട്ട് ഈ ഒരു ടിപ്പ് പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടോ, ഇതുപോലെ ഇരിക്കും, എനിക്ക് കാണാൻ പറ്റില്ല. ഇതാ ഗൈസ്, ഇതുപോലെ ഉണ്ടാവും. അതാണ് ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ യൂസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബുക്ക് മാർക്ക് കഴിഞ്ഞു. അടുത്തത് ഒരു ബുക്കാണ് ഉണ്ടാക്കുന്നത്. ബുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു A4 എടുക്കുക. അതിന് ഫസ്റ്റ് ഇതുപോലെ പകുതിക്ക് മടക്കുക. എന്നിട്ട് ഒന്നും കൂടിയും അതിനെ ഒന്ന് മടക്കുക. പിന്നെ ഒന്നും കൂടിയും മടക്കുക. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ എല്ലാ പേജസിനെയും ഇങ്ങനെ ഇതുപോലെ ഒന്ന് നടുമടക്കിയിട്ട് എടുക്കുക. അതാവുമ്പോൾ നമുക്ക്
കുറച്ച് നമ്മൾ വെട്ടിയിട്ടുള്ളെങ്കിലും ആകുമ്പോൾ കുറേ പേജസ് കിട്ടും. നമ്മളിപ്പോൾ വെട്ടിയതിൻ്റെ ഇരട്ടി പേജസ് കിട്ടും ഗൈസ്. അതുപോലെ മടക്കിയെടുക്കുക. ഞാൻ മടക്കണത് ഒരു ഫിംഗറിൻ്റെ അളവിലാണ്. വേണ്ട എൻ്റെ ഒരു ചൂണ്ടുവിരലിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു പോക്കറ്റ് നോട്ട്ബുക്കാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഈ ഒരു മടക്കിൽ പശ തേക്കുക, ഗ്ലൂ. ഞാൻ എൻ്റെ ഫെവി ഗ്ലൂ അല്ല എന്താ പറയുക, ഒക്കെ തെറ്റുന്നു ഗൈസ്. ഫെവിക്കോള് കഴിയാറായി. അപ്പം ഞാൻ പിന്നെ അത് ഒട്ടിക്കാൻ, അതിനെക്കൊണ്ടേ സ്ട്രോങ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പറ്റൂ. അപ്പം അതെടുത്ത് വേഗം കഴിച്ചാൽ എനിക്ക് വേറെ വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഫെവി സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫെവി സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇപ്പോഴാണെന്ന് യൂസ് ചെയ്യണത് നേരാവണ്ണം. മറ്റേ ഞാൻ പേടിച്ചിട്ട് ഷൂട്ട് പെട്ടെന്ന് തീരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യണത്. ഇതിങ്ങനെ ഓരോന്നും ഒട്ടിക്കുക, നടുവിലിങ്ങനെ എല്ലാത്തിൻ്റെയും തേക്കുക, ഒട്ടിക്കുക, തേക്കുക, ഒട്ടിക്കുക. സെയിം പ്രോസസ് റിപ്പീറ്റഡ്. അങ്ങനെ റിപ്പീറ്റഡ് കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്നും കൂടി മടക്കുക. ആ മടക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ സെയിം അളവിൽ ഞാൻ വേറെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് വെച്ച് നോക്കിയപ്പോൾ ഗതികേട് അല്ലാതെ എന്തു പറയാൻ, അത് സെയിം അല്ലടാ. എനിക്ക് പണി തന്നതാണോ ചെറിയൊരു ഡൗട്ട്. എന്നിട്ട് ഞാൻ വേറെ ഒരെണ്ണം നോക്കി, അത് ബട്ട് കറക്റ്റല്ല, പക്ഷെ ഞാൻ അതിനെ വെട്ടി കറക്റ്റാക്കി. നമ്മുടെ കത്രികയാണ് മക്കളെ, അപ്പോൾ പിന്നെ എന്തും സാധിക്കും. അങ്ങനെ വെട്ടിയിട്ട് ഞാൻ ഒരുവിധം കറക്റ്റാക്കി. ഞാനിത് ശരിക്കൊരു മണ്ടത്തരമാണ് കാട്ടിയത്. വെട്ടിയതിൻ്റെ ശേഷമാണ് മനസ്സിലായത് ഇതൊരു പേജാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി അതൊരു ബുക്കാണ്. ആ നഗ്ന സത്യം ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും വെട്ടി, നനഞ്ഞതല്ലേ എന്നാൽ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനതാ അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുത്തു. ഇനി ഗൈസ് ഡിസൈനിങ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റൈനി സീസൺ അല്ലേ, അപ്പോൾ കുടയുടെ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ആ ഭണ്ണാരത്തുനിന്ന് പൊക്കിക്കൊടുക്കുന്നത് കുടയുടെ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനൊരു കുടയുടെ സ്റ്റിക്കറാണ്ട് ഒട്ടിച്ചു കൊടുത്തു ഗൈസ്. ബട്ട് എനിക്ക് പിന്നെ മനസ്സിലായി ഇത് വേണ്ട, ഇത് ഭയങ്കര തിന്നാണ്. ഞാൻ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ബുക്കായി പറഞ്ഞ അങ്ങനെ ഗൈസ് നമ്മൾ ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇതിന് ഒരു ലേബലൊക്കെ വേണമല്ലോ, എന്നുവെച്ചാൽ ബുക്കിൻ്റെ പേരൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ബുക്ക് എന്ന് പേരിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാനത് എഴുതി കൊടുത്തു, ബട്ടർഫ്ലൈ ബുക്ക്. ഞാനൊരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് മൊത്തം തട്ടിക്കൂട്ടാണ്. എന്നിട്ട് ഞാൻ റെഡ് വെച്ചിട്ട് ഇതുപോലെ അടിവരെ ഇട്ട് കൊടുത്തു. വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ഓവർ ഡിസൈൻ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഇതുപോലെ ബോർഡർ ഞാൻ പേന വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ബുക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിലത്തെ 3ാമത്തെയും കഴിഞ്ഞു. ഇനി 4ാമത്തെ ഗൈസ്. ഇപ്പോൾ പറഞ്ഞുതരാം. ഈ പേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പേന എടുക്കുക, അതിൻ്റെ റീഫിൽ ഊരുക. ആൻഡ് ഇത് ഒരു പേപ്പർ എടുക്കണം. അതിന് ഈ ഒരു ഭാഗം ഇത്രയൊരു പാർട്ട് കട്ട് ചെയ്ത് കിടണം. നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം.
പിന്നെ ഇത് വേറെ ഒരു സാധനം, പെണ്ണിനെന്താ വേറെ, അത് തന്നെ പെണ്ണിൻ്റെ ടോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഫെവിസ്റ്റിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൻ്റെ രണ്ടറ്റത്തും ഫെവിസ്റ്റിക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരറ്റം വയ്ക്കുക, ആ പേനയിൽ ഒരറ്റം വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് മറ്റേ ടിഷ്യൂ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഡബിൾ സൈഡ് ടിഷ്യൂ ടാപ്പില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ സോ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെയാണ് ഗൈസ് ഉരുട്ടിപ്പോഴാണ് ഓർക്കാൻ ഡിസൈൻ വരച്ചില്ല, മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഡിസൈൻ എന്താ, ഓഫ്കോഴ്സ് ഗൈസ് ഹേർട്ട്. വേറെ ഡിസൈനൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ 3, 4, 5 ഹേർട്ട് അങ്ങോട്ട് വരച്ചു കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. പിന്നെ എനിക്കാവശ്യമുള്ള എക്സ്തെറ്റിക്കുമായി അങ്ങനെ ഹേർട്ട് വരച്ചു കൊടുത്തു ഗൈസ്. ഇത് തട്ടിക്കൂട്ട് ഹേർട്ടാണ്, ഇപ്പോഴേ ഞാൻ പറയാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഡിസൈൻ വരയ്ക്കുമ്പോൾ അറ്റത്തു മാത്രം വരച്ചാൽ മതി ഗൈസ്. ആകുമ്പോൾ നമ്മൾ അറ്റത്ത് തന്നെയല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ എവിടെ ഇല്ലല്ലോ, അത് കാരണം. അങ്ങനെ ഗൈസ് നമ്മുടെ പേന റെഡി ആയിട്ടുണ്ട്. പേന റെഡിയായി. ഇനി ഗൈസ് പേനയ്ക്ക് ടോപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് മുമ്പേ കട്ട് ചെയ്ത പീസ് എടുക്കുക. അതിൻ്റെയും അറ്റത്ത് ഇതുപോലെ 2, 3, 4 ഹെർട്ടൊക്കെ വരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്ത് കൊടുത്തുള്ളൂ, അത്രയൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഗൈസ് ഇത് റോൾ ചെയ്യാം. റോൾ ചെയ്യുമ്പോൾ പേനയുടെ കറക്റ്റ് അളവ് തന്നെ വേണം. അപ്പോൾ പേനയിൽ വച്ചിട്ട് റോൾ ചെയ്യാം. ഞാൻ ഇതിൻ്റെ പുറത്താണ് കുറച്ച് തേച്ചെടുക്കുന്നത്. എന്നിട്ട് പേനയുടെ മുകളിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ റോൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ കറക്റ്റ് അളവ് കിട്ടില്ല. ചിലപ്പോൾ ചെറുതായി പോവും, ചിലപ്പോൾ പേനയിൽ നിന്ന് തന്നെ ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധ എന്നൊരു സാധനം വേണം. എനിക്ക് തീരെ ഇല്ല കേട്ടോ, എന്നിട്ടാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ചെരിയാണ്ട് നോക്കണം. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എൻ്റെ ചെരിഞ്ഞു, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളുടെ അങ്ങനെ കൊള്ളാൻ പറ്റില്ലല്ലോ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെരിയാതെ നോക്കണം. അപ്പോൾ കഴിച്ചിട്ട് ഫെവിസ്റ്റിക്ക് അറ്റത്തൊട്ടിച്ചിട്ട് മുതലാവുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഒരു നിലനിൽപ്പിന് കുറച്ച് യൂസ് ചെയ്യണ്ടല്ലോ, പിന്നെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫേവിക്കോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ സ്റ്റിക്കർ വേണമല്ലോ. അപ്പോൾ ഞാൻ ബാക്കി നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ടോപ്പ് ഉണ്ടാക്കാൻ, ആ പീസിൽ ഒരു ഹേർട്ട് വരച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റിക്കേഴ്സും സ്റ്റോക്കില്ല ഗൈസ്, വെക്കേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാനാണ്. എന്നിട്ട് ആ ഹേർട്ട് ഒന്ന് വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. എൻ്റെ മൊത്തം കോളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങളുടെ വൃത്തികേടാവും. എന്നിട്ട് ഞാനത് ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ പേന സെറ്റായിട്ടുണ്ട്.
അങ്ങനെ ഗൈസ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിട്ട് 4ാമത്തെയും കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വേറെ ഒരെണ്ണം പറയുന്നു. നമ്മുടെ ഇത് 5ആയിട്ട് കൂട്ടിക്കോളൂ ഗൈസ്. ഇത് ഒരു മെമ്മോ പാഡാണ്. ഞാൻ എന്താ ഉണ്ടാക്കണ്ടേ ഓർത്തു മറന്നു ഗൈസ്. അതാണ് ഉണ്ടായത്. ടൈം ടേബിളൊക്കെ ഉണ്ടാക്കണം. വീഡിയോ വല്ലാണ്ട് ലോങ് ആയ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഷുവറായിട്ടും 5ാമത്തെ ഉണ്ടാക്കിയിരുന്നു. ഗൈസ് ഇനി ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഇട്ട് വീണ്ടും വരും, പേടിക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ 5 ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഉണ്ടാക്കി. ഇത് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഈ ഒരു മെമ്മോ പാഡ് ആൻഡ് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പേന്, എസ്തെറ്റിക് നോട്ട്ബുക്ക്, എസ്തെറ്റിക് 2 ബുക്ക് മാർക്ക്, പിന്നെ ഒരു സ്ട്രോബെറി ടു ഡു ലിസ്റ്റ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനേ മറക്കരുത്.